ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് പ്രിൻസ് ഓഫ് എ സോഷ്യൽ വർക്കർ എന്നീ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിൽക്ക് കേന്ദ്രയെക്കുറിച്ചാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ വ്ളോഗിൽ എങ്ങനെയാണ് ഈ സിൽക്ക് കേന്ദ്ര ഇടം പിടിച്ചതെന്ന്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വുമൺ എംപവർമെൻറ്റ് പ്രൊജക്റ്റായിട്ട് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹൃദയ സിൽക്ക് കേന്ദ്ര പ്രവർത്തനം ആരംഭിച്ചത്. അതായത് അന്നത്തെ കാലത്തെ സ്ത്രീകൾക്ക് എംപവർമെൻറ്റ് നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സഹൃദയ സിൽക്ക് കേന്ദ്ര എന്ന് പറയുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം നിലവിലെ സഹൃദയ സിൽക്ക് കേന്ദ്രയുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ യാത്ര തിരിക്കുന്നത് അങ്കമാലിയിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി ചെമ്പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. എൻ്റെ ഈ പുറകെ കാണുന്നതാണ് സഹൃദയ സിൽക്ക് കേന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ ഉള്ളിലേക്ക് എല്ലാം. ഇവിടെ നമ്മുടെ ലാലി ചേച്ചി, ഇതിൻ്റെ ഇൻചാർജ് ഇവിടെ ഉണ്ട്. ചേച്ചിയോട് നമുക്ക് കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാം. ഇവിടെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്. സിൽക്ക് സാരി നിർമ്മിക്കുന്ന സ്ഥലമാണ്. ഇതാണ് സഹൃദയ സിൽക്ക് കേന്ദ്ര, ചെമ്പന്നൂർ, അങ്കമാലി. ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, ഷിംജോ മൈൻഡ് ചെയ്യാതെ നിൽക്കേണ്ട ആള്. എന്താ ഇത് നമ്മുടെ സ്ഥലം. ഇതാണ് ഇത്. ഇവിടുത്തെ സ്റ്റാഫല്ല, ഇത് നമ്മുടെ ആളാണ്. ഈ ചേച്ചിയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ചേച്ചിയുടെ പേരെന്ന് പറയാമോ? ലാലി ചേച്ചിയാണ് ഇന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതാണ് പട്ടുനൂൽ പുഴുവിന്, അതായത് സിൽക്ക് വാമിന്റെ ഫീഡായിട്ടുള്ള മൾബറി ലീവ്സ് ആണ്. ഈ മൾബറി ലീവ്സ് ആണ് അതിന് ഫീഡായിട്ട് കൊടുത്തിട്ടാണ് മൾബറി സിൽക്ക് വാം വളർന്നു വരുന്നത്. ഓരോ ഘട്ടത്തിലും, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ അത് വളരെ ചോപ്ഡായിട്ട് കൊടുക്കും. സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ കുറച്ചുകൂടി വലിയ രീതിയിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ മുറിച്ചു കൊടുക്കും. അവസാന സ്റ്റേജ് ആകുമ്പോഴേക്കും ഈ കമ്പ് അങ്ങനെ തന്നെ മുറിച്ചിട്ടാണ് വളരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് വളർന്നു വരുന്ന ഒരു ജീവിയാണ് ഈ സിൽക്ക് വാമിൻ്റെ ലാർവ. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽക്കിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ? നൂല് വന്നതിന് ശേഷം ആദ്യത്തെ പ്രോസസ്സാണ് നമ്മുടെ. ഇത് വൈൻഡിങ് എന്നാണ് ഇതിന് പറയുന്നത്. വൈൻഡിങ് കട്ടിയുള്ള നൂലാണ്. വാർപ്പിനേക്കാളും കട്ടിയുള്ള നൂലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് എന്താ ചെയ്യുന്നത്? ബോബിൻ ഇട്ട് കൊടുത്തിട്ട് ബോബിനിലോട്ട് ഈ നൂല് മാറ്റുകയാണ് നമ്മൾ അല്ലേ? സിൽക്ക് മാറ്റുകയാണ്. ഇത് ബോബിനിലേക്ക് വിറ്റ് എടുക്കുന്നതാണ്. ഇത് ഈ ബോബിൻ എല്ലാം, ഈ ബോബിനിൽ നിന്ന് ഈ സാധനം ഇവിടെ വന്ന് ഇവിടുന്ന് ഇതിലേക്ക്. എന്താണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയാമോ? വൈൻഡിങ്ങിന് ശേഷം അവിടെ നമ്മൾ വൈൻഡിങ് കണ്ടല്ലോ, ആ വൈൻഡിങ്ങിന് ശേഷമുള്ള ആ ബോബിൻസ് ആണ് ആ സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റാൻഡിൽ 200 ബോബിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഉള്ള 200 നൂല് വെച്ച് ഈ ബീമിലേക്ക് 28 പ്രാവശ്യം ചുറ്റിയെടുക്കുന്നത്. അതായത് 5600 നൂലാണ് ഒരു വാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 45 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് സൈസിലാണ് തുണി നെയ്യുന്നത്. അപ്പോൾ 45 ഇഞ്ച് വിഡ്ത്തിൽ നെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ 5600 നൂലാണ് ഈ കടന്നു പോകുന്നത്. ഇത് വളരെ സ്കിൽഡായിട്ടുള്ളൊരു വർക്കാണ്. സ്ഥാപിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും കേട്ടോ.
ഒരു സ്റ്റാൻഡിൽ 200 ബോബിൻ ഇടും. ആ 200 ബോബിന് ഒരേ നൂലായിട്ട് നമ്മൾ ഇങ്ങനെ കയറ്റും. ഓക്കെ, ഇങ്ങനെ കയറ്റി ഒരേ ഇതായിട്ട് വരും. ഒരേ കണ്ട, ഇത് ഒരു സൈഡ് ഒരു ഭാഗം, ഓക്കെ, ഇത് ഒരു ഭാഗമായിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ആ ഓക്കെ, ഇത് ഫുൾ നൂലുകളാണല്ലോ. ഫുള്ള് നൂലാ. ഇങ്ങനെ കൈ ഇട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഓക്കെ ഓക്കെ, എങ്ങനെയാണ്. ആ യെസ് 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 യെസ്, കാണാം കാണാം. ആ കണ്ട് കണ്ട് കണ്ട്. ഇതുപോലെ മെഷീനിൽ ഗ്യാപ്പ് വന്നു. ഓ ഓക്കെ, ഏത് മെഷീനിൽ? നമ്മൾ വേവിംഗില്. ഓക്കെ ഓക്കെ, ഇതുപോലെ വരും. ആ യെസ് യെസ് യെസ്, മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 200 ബോബിൻ നമ്മൾ ഇട്ടിട്ട് ഇത്ര ഭാഗത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതാക്കണം. പിന്നെ 1 ഇഞ്ച് 2 ഇഞ്ച് വീതിക്ക് നമ്മൾ ഇവിടെ ഇടും. അപ്പൊ അങ്ങനെ 28 റൗണ്ട് ചുറ്റിയാൽ മാത്രമേ 5600 നൂല് നമുക്ക് ഒരു പാവിന് വരുള്ളൂ. അത് ഒരു 120 മീറ്റർ നമ്മൾ ഒരു പാവിന് ഇടുന്നത്. ചെറിയ ബീമിലേക്ക് അവിടെ ബീമിട്ട് ആ ചെറിയ ബീമിലേക്ക് ചുറ്റിയെടുക്കും. ചെറിയ ഈ ബീമിലേക്ക് ചുറ്റിയെടുക്കും അല്ലേ? ഓക്കെ, ആ ബീം അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു. യെസ്, ഈ ബീം ഇവിടെ വെച്ചതിന് ശേഷം എടുക്കും. ഈ മെഷീൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഈ നൂല് കണ്ട, ഇതെല്ലാം ഈ നൂലുകളാണ്. ഈ നൂലുകളിൽ ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ചേട്ടൻ ചെയ്യുന്ന എന്താ അറിയോ, ഈ നൂലുകളിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനം കണ്ടത് ഇവിടെ ഒരു നൂല് പൊട്ടിപ്പോയി. അതാണ് ഇപ്പോൾ മെഷീൻ സ്റ്റോപ്പ് ചെയ്തത്. ആ സാരിയിൽ ആ നൂല് വന്നില്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും. അപ്പോൾ അത് വെരിഫൈ ചെയ്യുകയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സാരി നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ആ നൂല് എവിടെയൊക്കെ പൊട്ടിയുണ്ട് അവിടം വരെ ഈ തിരിച്ച് നമ്മൾ ഈ കയ്യിലെടുക്കണം അല്ലേ? എൻ്റെ അമ്മോ, സമ്മതിക്കണം കേട്ടോ. അതിപ്പോൾ എങ്ങനെ മനസ്സിലാവും? ആ നൂല് അവിടെ ഗ്യാപ്പ് വരും അല്ലേ? ആ പൊട്ടിക്കിടപ്പുണ്ടോ? ദേ പൊട്ടിക്കിടക്കാൻ. ഓക്കെ 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 ഓക്കെ, ഭയങ്കര പ്രോസസ്സിങ്ങും പരിപാടികളാണ് ഇതൊക്കെ. നമ്മുടെ ചേട്ടൻ അതിപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ഇത്രയും വലിയ ബോബിനുകളിൽ നിന്നാണ് നമുക്കൊരു സാരി റാഫി ചേട്ടൻ ഇത് ഉണ്ടാക്കുന്നത്. കണ്ടത് ആ പൊട്ടിയ നൂലാണ് ഈ റാഫി ചേട്ടൻ പിടിച്ചോണ്ട് വരുന്നത്. വേണ്ട, പൊട്ടിയ നൂലിൻ്റെ ഗ്യാപ്പിൽ കൃത്യമായിട്ട് അതിൻ്റെ ഇടയിൽ ഗ്രില്ല് പോകണം. കണ്ട, ഓരോ ഗ്രില്ലിൻ്റെ ഇടയിൽ ഓരോ നൂലാണ് പോണത്. റാഫി ചേട്ടൻ, നമ്മുടെ ഈ സംഭവത്തിൻ്റെ അകത്ത് ഇത്രയും 200 നൂലുകളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ആ ഒരു നൂല് പൊട്ടുമ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ ഓക്കെ എനിക്ക് മനസ്സിലാവും ചിലപ്പോൾ, പക്ഷെ എന്നാലും ചേട്ടയ്ക്ക് ഇപ്പോഴും ഗ്യാപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെ മനസ്സിലാവും? ഇപ്പൊ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട് നല്ല സ്പീഡിൽ ഓടുന്ന സമയത്ത് നമ്മൾ ഒരു നൂല് ടൈറ്റ് ആയാലും പൊട്ടിയാലും നമുക്ക് കയ്യിൽ ഒരു ഷേക്ക് പോലെ ഒരു ഫീൽ, ഈ ചൂണ്ടയിൽ മീൻ കൊളുത്തുന്ന പോലെ അല്ലേ, ഒരു കുത്തുന്ന പോലെ. അതുപോലെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മെഷീനും ഓഫാക്കും. ഓക്കെ ഓക്കെ, ഓഫാക്കിയിട്ട് പിന്നെ തിരിച്ച് ആ നൂല് കറക്റ്റ് ആക്കി പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ യെസ് യെസ് യെസ്, മനസ്സിലായി. സംഭവം നല്ലൊരു പ്രോസസ്സിങ് ആട്ടോ. പെട്ടെന്ന് അറിയാൻ ഇത് ഭയങ്കര ഒരു അറിവാണ്. ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഒരു സാരി നിർമ്മിക്കുന്നതെന്നേ, അല്ലെങ്കിൽ ഒരു ഷീറ്റ് നിർമ്മിക്കുന്നതെന്നേ. ഭയങ്കര ഒരു പ്രോസസ്സിങ് തന്നെ. നമ്മൾ ഇട്ടേക്കുന്ന ഷർട്ട് ആയാലും ഇതേ പൊസിഷനിൽ ചെയ്തേക്കുന്നതാ ആണല്ലേ? തുണി ഓക്കെ ഏട്ടാ, കോട്ടൺ തുണി ആയിരിക്കും. ഇത് സിൽക്ക് തുണി. അത്രയ്ക്ക് ഒരു ഇത് വേണം ഇവിടെ നിൽക്കണമെങ്കിൽ. ഇപ്പോൾ താങ്ക് യു റാഫി ചേട്ടാ, താങ്ക് യു വെരി മച്ച്. യെസ്, ഇത് പെൺവെൻഡിങ് മെഷീൻ. ഇവിടെയാണ് നമ്മൾ വെഫ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഊടും പാവും എന്നുള്ള പാവം അവിടെ ഉണ്ടാക്കി നമ്മൾ പിന്നെ ഊട അല്ലെങ്കിൽ വെഫ്റ്റ് വിഡ്ത്ത് വൈസ് ആയിട്ടുള്ള ത്രെഡാണ് ചെയ്തെടുക്കുന്നത്. ഈ വിഡ്ത്ത് വൈസുള്ള ത്രെഡ് നമ്മൾ ഇതേപോലെയുള്ള ചെറിയ ഷട്ടിലേക്ക് വൈൻഡ് ചെയ്തെടുക്കും. അതിനുശേഷം ഇതാണ് അവിടെയുള്ള മെയിൻ ഷട്ടിലേക്ക് വെച്ചിട്ടാണ് അത് വീവ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. എന്താണ് ഈ മെഷീൻ സംഭവം? എന്താണ് ഇത്? സെമി ഓട്ടോമാറ്റിക് പവർ ലൂംസ് ആണ്. നമ്മുടെ സിൽക്ക് നെയ്തെടുക്കുന്ന മെഷീൻ. അവിടുത്തെ പ്രോസസ്സിന് ശേഷം, അതായത് സിൽക്ക് വൈൻഡിങ് കഴിഞ്ഞു, വാർപ്പിംഗ് കഴിഞ്ഞു, അതിനുശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് നെയ്തെടുക്കുന്ന മെഷീനാണിത്. അവിടെ നമ്മൾ കണ്ട ആ വാർപ്പിംഗ് പ്രോസസ്സിലൂടെ നാം പറഞ്ഞു ആ ബീമിലേക്ക് നമ്മൾ സിൽക്ക് ചുറ്റിയെടുക്കുന്നു പറഞ്ഞു. ആ ബീമാണ് ഈ കാണുന്നത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതായത് അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത നൂലാണ് ഈ അടിയിൽ വരുന്നത്. നമ്മൾ ആ വലിയ ബീമിൽ നിന്ന് വീണ്ടും അടുത്ത ചെറിയൊരു ബീമിലേക്ക്, ഇതേപോലുള്ള ബീമിലേക്ക് നമ്മൾ റിവൈൻഡ് ചെയ്ത്, ആ റിവൈൻഡ് ചെയ്തെടുത്തിട്ട് ആ ബീം തന്നെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്തിരിക്കുന്നത്.
അത് ഓരോ പ്രാവശ്യം മാറ്റി മാറ്റി സെറ്റ് ചെയ്യും. ഓരോ വാർപ്പ് കഴിയുമ്പോഴും മാറ്റി സെറ്റ് ചെയ്യും. അതിനുശേഷം ഈ 5600 നൂലും കൈകൊണ്ട് അത് മാനുവലായിട്ട് തൊട്ട് മുമ്പിലത്തെ വാർപ്പിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മെഷീനിൽ നെയ്തെടുത്ത തുണിയാണ്. ആ കണ്ട നൂലുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിർമ്മിച്ച. ഇപ്പൊ ആദ്യമായിട്ട് ഈ ലൂം സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് പുതിയ വാർപ്പ് കയറ്റിയിട്ട് ആദ്യമായിട്ട് മുറിച്ചെടുക്കുന്നതാണിത്. അപ്പൊ തൊട്ട് മുമ്പിലത്തെ വാർപ്പിലുള്ള നൂലാണിത്, തൊട്ട് മുമ്പിലത്തെ വാർപ്പിന്റെ നൂലാണിത്. ഓറഞ്ച് കളറായിരുന്നു. അതിനുശേഷം ഇത് പുതിയ കളറ് നമ്മൾ വ്യൂ ചെയ്താണ്. അതുകൊണ്ടാണ് ഈ നൂല് ഇങ്ങനെ, ഇത്രയും നൂല് നമുക്ക് വേസ്റ്റ് വരും. പുതിയ വാർപ്പ് കയറ്റി വരുമ്പോൾ ഇത്ര നൂല് വേസ്റ്റ് ആയിട്ടാണ് പുതിയതാണ്. അതിനുശേഷം ഇത് മുറിച്ചതിന് ശേഷം ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നു, തുണിയെല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാന്ന് നോക്കിയിട്ട് അത് ഫോൾഡ് ചെയ്ത് നമ്മൾ ഷോറൂമിലേക്ക് മാറ്റും. അത്രയാണ് പ്രോസസ്സ്. ഇവിടെ നെയ്തെടുക്കുന്ന സിൽക്കിൻ്റെ സാരിയാണ് കേട്ടോ. സിൽക്ക് കേന്ദ്രയിലെ വിശേഷങ്ങളെല്ലാം നമ്മുടെ ലാലി ചേച്ചിയും നമ്മുടെ ചേച്ചിമാരെല്ലാം കൂടി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം, സിൽക്കിനെ പറ്റി എന്ത് ആവശ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വരാം അങ്കമാലിയിൽ. അതേപോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതിവിടെ ചിത്രീകരിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ ഈ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കാനും നല്ല സിൽക്ക് എല്ലാവരും ഉപയോഗിക്കാനും എല്ലാവരും പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഈ യൂണിറ്റിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമെന്ന വിശ്വാസത്തോടെ ഷാനജോ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.